ഹലോ ഹലോ എവ്രിവൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ നടത്തി വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ട് ഇന്ന് പുതിയൊരു സെഷൻ നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീച്ചസ്. ഇന്ന് സ്കൂളുകളൊക്കെ തുറന്നു അല്ലെ? നമ്മളെല്ലാവരും ഒരുപക്ഷെ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്കൂളുകളിൽ പോയിട്ടുണ്ടാവും. മക്കളോടൊപ്പം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോയിട്ടുണ്ടാകും. സ്കൂളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതില് വ്യത്യസ്തമായിട്ടുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ പ്രസംഗങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഈ പ്രസംഗങ്ങൾ, ഓരോ പ്രസംഗങ്ങൾക്കും ആ പ്രസംഗങ്ങളുടേതായിട്ടുള്ള സ്ട്രക്ചറുകൾ ഉണ്ട്. അവിടെ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നതിന് കൃത്യമായിട്ടുള്ള ക്രമങ്ങളുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ഓഡിയൻസ് എന്നുള്ള നിലക്ക് നമ്മൾ പോകുന്നു, അതേപോലെ തന്നെ കാണുന്നു, കേൾക്കുന്നു. പക്ഷേ ഒരു അവസരം, ഒരു സ്വാഗതം പറയാനുള്ള ഒരു അവസരം, അതല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം, ഒരു ആശംസ പറയാനുള്ള അവസരം, ഒരു അനുമോദനത്തിനുള്ള അവസരം, ഒരു നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പറയേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ് അത് പറയേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നല്ലതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രവർത്തനത്തെ ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ സാധിക്കുള്ളൂ. ഇത് അറിയുമ്പോഴാണ് ഈ ഒരു പ്രവർത്തനത്തെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അത് ആദ്യത്തെ ഘടകം. സ്വാഗതം പറയാൻ അറിയുമെങ്കിൽ മാത്രമാണ് സ്വാഗതം ഞാൻ പറഞ്ഞോളാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രൂപത്തില് ഇത്തരം പ്രസംഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ ഇത്തരം പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഇത്തരം ടൈപ്പ് ഓഫ് സ്പീച്ചസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മളെല്ലാവരും പൊതുവായിട്ട് നമ്മൾ ഒന്നുകൂടി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ അക്കാദമിയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ആത്തിക ജാസ്മിൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ആത്തിക ജാസ്മിൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആത്തിക ജാസ്മിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Faisal sir. Hi all, good evening all. Good evening, ma'am. Good evening to all. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മുടെ പലതരത്തിലുള്ള സ്പീച്ചുകളുണ്ട്. ആ സ്പീച്ചുകളെ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാ എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കുന്നതാണ് എന്റെ ഒരു അഭ്യർത്ഥന. പറ്റുന്ന സാഹചര്യമുള്ള എല്ലാ ആളുകളും വീഡിയോ ഓൺ ആക്കണം. ഇതിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഒരു ഇതാണല്ലേ. താങ്ക് യു. അപ്പൊ ഹായ് ഓൾ. ഇപ്പൊ നമ്മള് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇന്ന് ഒരു പ്രവേശനോത്സവമൊക്കെ കണ്ട് നമ്മൾ പലതരത്തിലുള്ള സ്പീച്ചുകളൊക്കെ കേട്ട് അല്ലെ, നമ്മൾ അതൊക്കെ കണ്ടുവന്ന ആളുകളുണ്ട്. പക്ഷെ അതിനൊരു സ്ട്രക്ചർ എന്താണ്, അത് ഏതൊക്കെ ടൈപ്പുകളാണ്, അത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ അത് പലർക്കും ഉണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള സ്പീച്ചുകളുണ്ട് അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള സ്പീച്ചുകളുണ്ട്? ഹലോ. വെൽക്കം സ്പീച്ച്, ഇൻട്രൊഡക്ടറി സ്പീച്ച്, ഫെലിസിറ്റേഷൻ സ്പീച്ച്, അക്സെപ്റ്റൻസ് സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്, കീനോട്ട് സ്പീച്ച് ഉണ്ട്, പ്രസിഡൻഷ്യൽ അഡ്രസ് സ്പീച്ച് ഉണ്ട്, ഇനാഗ്രേഷൻ സ്പീച്ച് ഉണ്ട് അല്ലെ. ഇങ്ങനെ പലതരത്തിലുള്ള സ്പീച്ചുകളുണ്ട്. ഓരോ സ്പീച്ചും എല്ലാം ഒരേപോലെ ആണെങ്കിലും ഒന്നിൽ നിന്ന് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ കൊണ്ട് ഓരോന്നും വ്യത്യസ്തമാണ് ഓരോ സ്പീച്ചും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വെൽക്കം സ്പീച്ച് എങ്ങനെ നോക്കാം. നമുക്കറിയാം വെൽക്കം സ്പീച്ച് ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ആരംഭഘട്ടത്തിലുള്ള ഒരു സ്പീച്ചാണ് വെൽക്കം സ്പീച്ച് എന്ന് പറയുന്നത്.
ഇപ്പോ വെൽക്കം സ്പീച്ച് നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരിക്കും സ്റ്റേജിൽ വെൽക്കം സ്പീച്ച് നടത്തുക. ഈ വെൽക്കം സ്പീച്ച് നടത്തുന്ന ആള് ഫസ്റ്റ് തന്നെ സല്യൂട്ടേഷൻ ടു പീപ്പിൾ ഓൺ ഡയാസ് എന്നാ പറയാ. അതായത് നമ്മൾ വേദിയിലുള്ള ഓരോ ആളുകളെയും സല്യൂട്ടേഷൻ ചെയ്യണം. അതായത് വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മുഖ്യാതിഥി, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മറ്റ് അതിഥികൾ ഓരോ ആളുകളെയും പേര് പറഞ്ഞ്, അല്ല പേരല്ല, ആ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ആ സ്ഥാനം പറഞ്ഞോ നമ്മള് അത് റെഡിയാക്കുക, സോറി, പേര് പറഞ്ഞോ നമ്മള് അവരെ സല്യൂട്ടേഷൻ ചെയ്ത് ഒരു ചിരിയോടെ നല്ല കുറച്ച് സ്ലോവില്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ച് സ്ലോവില് നമ്മൾ എല്ലാ ഓഡിയൻസിനൊക്കെ നോക്കി സ്മൈൽ ചെയ്ത് വേദിയിൽ ഇരിക്കുന്ന ചാരി വെക്കേണ്ടി വരും, സോറി. പിടിച്ചിരുന്നാല് അതിന്റെ ഫോണിന്റെ സ്റ്റാൻഡ് എന്തോ കംപ്ലൈന്റ് ആണ്, സോറി കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ ആളുകളെയും പ്രത്യേകം സല്യൂട്ടേഷൻ ചെയ്ത് വേദിയിലിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ഒരു 1 2 എന്നൊക്കെ എണ്ണുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. എന്നിട്ട് വേദിയിലിരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞ് പൊതുവായിട്ട് സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരെ അല്ലെങ്കിൽ എന്റെ പ്രിയ നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ ഒരു ജനറൽ വെൽക്കം നടത്തുക. പിന്നെ നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഹിസ്റ്ററി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിസ്റ്ററി പറയാം, അതായത് ഒരു പശ്ചാത്തലം. ഇപ്പൊ ഒരു നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷന് ഒരു വാർഷികാന്ന് വിചാരിച്ചോളി. അപ്പൊ നമ്മൾ ആ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷന് എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷമായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറയാം. ഒരിക്കലും ഒരു വെൽക്കം സ്പീച്ച് വളരെ നീണ്ടു പോകാൻ പാടില്ല. ഈ നീണ്ടുപോകൽ ഹിസ്റ്ററി ടൈമിലാണ്. ഈ ഹിസ്റ്ററി നമ്മൾ ഒരുപാട് നീട്ടി പറയാതെ അതിന് ചുരുക്കി ഏറ്റവും വൃത്തിയായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ പശ്ചാത്തലം വിശദീകരിച്ചിട്ട് അതിന്റെ ഒരു ഹിസ്റ്ററി പറയാന്നുള്ളതാണ്. അത് നമ്മൾ കീപ്പിംഗ് സിമ്പിൾ ആൻഡ് സ്ട്രോങ്. അത് നല്ലൊരു നല്ലൊരു ബ്രീഫ് ഹിസ്റ്ററി തന്നെ ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗിന്റെ പർപ്പസ് എന്താണ്, അതൊക്കെ ഈ ഒരു ഭാഗത്തിൽ വേണം രണ്ടാമത് പറയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ആളുകളെയും ഇൻഡിവിജ്വലി വെൽക്കം ചെയ്യണം. ഇൻഡിവിജ്വലി വെൽക്കം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു മീറ്റിംഗിൽ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത് അധ്യക്ഷനെയാണ്. അധ്യക്ഷനെ വെൽക്കം ചെയ്യണം. അധ്യക്ഷനാണ് ഏതൊരു മീറ്റിംഗിന്റെയും പ്രൈം ആയിട്ടുള്ള ആള്. അപ്പൊ ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അധ്യക്ഷനെ ക്ഷണിക്കണം. ഈ അധ്യക്ഷനെ ക്ഷണിക്കുന്ന സമയത്ത് അധ്യക്ഷന്റെ സ്റ്റാറ്റസ്, അവരുടെ പദവി, അതുപോലെ തന്നെ അവര് നമ്മൾ എന്തുകൊണ്ട് അവരെ അധ്യക്ഷനാക്കി എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ പുകഴ്ത്തുന്നത് നന്നായിരിക്കും. നമ്മളൊരു അധ്യക്ഷനെ ഇന്ന ആളാണ്, അയാൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ അധ്യക്ഷനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാം. രണ്ടാമത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് മുഖ്യാതിഥിനെയാണ്. ആദ്യം അധ്യക്ഷനെ, പിന്നെ മുഖ്യാതിഥിനെ, അങ്ങനെ നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം ഓരോ ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ സ്വാഗതം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബോഡി ലാംഗ്വേജ്, നമ്മൾ സ്മൈല്, അങ്ങനെ എല്ലാം നമ്മൾ ഓഡിയൻസിനെ നോക്കണം കൃത്യമായിട്ട്. ഓഡിയൻസിനൊക്കെ നോക്കി ഇപ്പൊ നമ്മൾ ആരെയാണോ സ്വാഗതം ചെയ്യുന്നത്, ഇപ്പൊ മുഖ്യാതിഥിന് സ്വാഗതം ചെയ്യുകയാണെങ്കിൽ മുഖ്യാതിഥിയായ ഇന്ന ആളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അങ്ങനെ നോക്കിയിട്ട് ഒന്ന് ചിരിയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ വേണം പറയാൻ. അങ്ങനെ പ്രോട്ടോകോൾ അനുസരിച്ച് ഓരോ ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യണം. ചിലപ്പോൾ വേദിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, 10 20 ആള് 30 ആളൊക്കെ ചിലപ്പോൾ ചില പ്രോഗ്രാമിന് വേദിയിൽ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വലി വെൽക്കം ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ ഇൻഡിവിജ്വലി വെൽക്കം ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ ചിലപ്പോൾ എല്ലാവരും പേര് മാത്രം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നിച്ച് വെൽക്കം പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഈ വേദിയിലിരിക്കുന്ന മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ നമുക്ക് അതിനെ ചുരുക്കി പറയാം. ഒരുപാട് ആളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ വേദിയിലുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സദസ്സിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ സ്നേഹത്തോടെ വിനയത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നിട്ട് അതിനൊരു നമ്മളൊരു ആശംസ പറയില്ല, ഈ പ്രോഗ്രാമിലേക്ക് വൻ വിജയമായി തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുക. അതുപോലെ ഓഡിയൻസിനെ നോക്കുക. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നീണ്ടു പോകാതിരിക്കാൻ ഹിസ്റ്ററി നമ്മളെപ്പോഴും കീപ്പിംഗ് സ്ട്രോങ് ആൻഡ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്പീച്ച് ഒരിക്കലും ഒരു വെൽക്കം സ്പീച്ച് ഒരിക്കലും ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആകാൻ പാടില്ല. ചില ആളുകൾ വെൽക്കം സ്പീച്ചിൽ തന്നെ പറയും എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ വക നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു വെൽക്കം സ്പീച്ചിൽ നമ്മൾ ഒരു താങ്ക് യു, ആർക്കും ഒരു നന്ദി പറയേണ്ട
ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അടുത്തൊരു സ്പീച്ചാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച്. അതറിയാലോ, നമ്മൾ ഒരു വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തികളെയൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഇപ്പൊ ഫൈസൽ സാർ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നു. നമ്മൾ അങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് മാക്സിമം 2 മിനിറ്റിന്റെ അപ്പുറം പോവരുത്. മാക്സിമം 2 മിനിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരുപാട് വലിച്ചു നീട്ടിയൊരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ആവരുത്. അത് മാക്സിമം 2 മിനിറ്റിൽ ഒതുക്കുക. അതുപോലെ കീപ് ദ സല്യൂട്ടേഷൻ ബ്രീഫ്. ഈ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ സല്യൂട്ടേഷൻ ഒരു ചെറിയ സല്യൂട്ടേഷൻ മതി. ഇപ്പോ ഹായ് ഓൾ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എവറി വൺ, അങ്ങനെ ചെറിയൊരു സല്യൂട്ടേഷൻ ആണ് ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡക്ടറി സ്പീച്ച് വായിക്കേണ്ട ആളുകളോട് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. എന്തൊക്കെ പറയണം, നിങ്ങൾ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ എഴുതി തരും, ചിലപ്പോൾ അവർ അയച്ചു തരും. അപ്പൊ നമ്മൾ അതൊരിക്കലും അത് നോക്കി നമ്മൾ വായിക്കാൻ പാടില്ല. റീഡിങ് ബയോഡാറ്റ ഇസ് എ സിൻ എന്നാ പറയാ. അതൊരു തെറ്റായ കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ വേറൊരാളുടെ ബയോഡാറ്റ വായിക്കാൻ പാടില്ല. ഇത് നമ്മൾ നല്ല രീതിയിൽ നല്ല അഭിമാനത്തോടെ കൂടെ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ മിക്ക തെറ്റും വരുന്നത് നമ്മുടെ നെയിം പ്രോപ്പർ ആയിട്ട് ഉച്ചരിക്കൂല. ചില ആളുകളെ ഇപ്പൊ ബാബു സാറൊക്കെ ഞാൻ വേറെ എന്തെങ്കിലും പേര് വിളിച്ചാൽ ബാബു സാറിന് ചിലപ്പോൾ ആ ഗസ്റ്റ് ആയി വരുമ്പോൾ ഇഷ്ടപ്പെടൂല. നമ്മൾ അവരെ കുറച്ച് കാണിക്കുന്ന പോലെയാണ് അല്ലെ. ഇപ്പൊ എന്റെ പേര് ആതിക ജാസ്മിൻ എന്നാ. പല ആൾക്കാർക്കും എന്റെ പേര് വിളിക്കാൻ അറിയൂല. ആതിക എന്നാണ് ചില ആളുകൾ ഉച്ചരിക്കുക, ആതിക എന്നാ വിളിക്കാം. ഇപ്പൊ ചില ആൾക്കാർ എന്നെ ജാതിക എന്നൊക്കെ വിളിക്കും. ഇന്നൊരു പ്രോഗ്രാമിന് ഇതുപോലെ ഞാൻ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇന്നെ ഈ വോട്ടിലുള്ള ആളുകൾ നമ്മളെ പേരൊക്കെ നോക്കിയിട്ട് വിളിച്ചിങ്ങനെ പറയലോ, ഉറക്കെ വിളിച്ച് പറയലോ. അങ്ങനെ വിളിച്ച് പറയുന്ന സമയത്തില് അദമിക്ക ജാസ്മിൻ എന്ന് വിളിച്ചിന്നെ. അദമിക്ക ജാസ്മിന്റെ നമ്പറും പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിരിച്ചു. പക്ഷെ ചില ആളുകളുടെ സ്റ്റേജിലേക്ക് നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മള് ആ പേര് ശരിക്ക് പറയാതെ മറ്റു ചിലപ്പോ അവരെ മക്കളെ പേര് പറയും. മക്കള് ചിലപ്പോ നല്ല ഇതിലൊക്കെ പദവിയൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ പേര് നമ്മൾ പറയണം. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അവരെ നെയിം നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സോറി. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഹൈലൈറ്റ് റെലവെന്റ് ആൻഡ് മേജർ അച്ചീവ്മെന്റ്. ഇപ്പൊ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരെ മേജർ അച്ചീവ്മെന്റ്സ് മാത്രം പറയാം. അല്ലാതെ അവർക്ക് പഞ്ചായത്ത് മത്സരത്തിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഓണാഘോഷത്തിൽ കിട്ടിയ എന്തെങ്കിലും പ്രൈസ്, അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടിയ പ്രൈസ്, അങ്ങനെയൊന്നും അല്ല. നമ്മൾ അവരെ മാത്രമല്ല റെലവെന്റ് ആയിരിക്കണം. ഇപ്പോ നമ്മളിപ്പോ ഒരു സ്പീച്ചിന് വരുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് എടുക്കാൻ പോണ സമയത്താണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അച്ചീവ്മെന്റ്സ് പറയാം. അതല്ല പകരം നമ്മളൊരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ പറയാം. അല്ലാതെ നമ്മൾ മാക്സിമം 2 മിനിറ്റിന്റെ അപ്പുറം അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗിവ് എ സ്മോൾ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ അവരെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇന്ന ആളുടെ മകളും ഇന്ന സ്വദേശിയും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സ്മോൾ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ എംഫസൈസ് കറന്റ് ഡെസിഗ്നേഷൻ. ഇപ്പൊ അവരിരിക്കുന്ന പദവി എന്താണ്, അവർക്ക് എന്തൊക്കെ പദവികൾ ഇപ്പൊ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ ഉൾപ്പെടുത്തണം. അവോയ്ഡ് ക്ലീഷേ. പതിവ് സ്റ്റൈൽ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു പുതുമ കൊണ്ടുവരിക. ചില ആളുകൾ എന്താ പറയാ പാരമ്പര്യമായിട്ട് തുടർന്ന പല രീതികളാണ് ഇപ്പോഴും ചില ആളുകൾ ഇപ്പോഴും അങ്ങനെ ഉപയോഗിക്കും. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫ്രീക്വന്റ് കീപ് ദ നെയിം എ സസ്പെൻസ്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ നെയിം നമുക്ക് സസ്പെൻസ് ആക്കി വെക്കാം. അതൊരു നല്ലൊരു, ചില ആളുകൾ ആരെയാണ് ഇപ്പൊ ഈ പറയുന്നത് എന്നുള്ളൊരു വളരെ എന്താ പറയാ ഒരു ആകാംക്ഷയോടെ ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ. അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ നെയിമിനെ നമ്മൾ സസ്പെൻസ് ആക്കി വെച്ചാൽ ഒന്നുകൂടി നന്നാവും. ഇനി അടുത്തത് ഫെലിസിറ്റേഷൻ സ്പീച്ച്, ആശംസാ പ്രസംഗം. അപ്പൊ നമുക്കറിയാം നമ്മളിതിൽ ഇപ്പോ ഇൻട്രൊഡക്ടറി സ്പീച്ച് പറയാൻ ഒരാളായിരിക്കും, വെൽക്കം സ്പീച്ച് പറയാൻ ഒരാളായിരിക്കും, വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഒരാളായിരിക്കും, ഇനാഗ്രേഷൻ സ്പീച്ച് പറയാൻ ഒരാളായിരിക്കും. പക്ഷെ ആശംസാ പ്രസംഗം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വേദിയിലിരിക്കുന്ന പ്രധാന ആൾക്കാർക്കൊക്കെ പറയാന് അവർക്കൊന്നും കൊടുക്കാണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ ഈ ആശംസാ പ്രസംഗത്തിന് നമ്മൾ വേദി കൊടുക്കും.
അങ്ങനെയാണല്ലോ അല്ലെ? ഒന്നിൽ കൂടുതൽ ആളുകൾ പറയും ഈ ആശംസാ പ്രസംഗം ഒരു പ്രോഗ്രാമില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആശംസാ പ്രസംഗം നമ്മൾ ഒരിക്കലും ഒരു വലിയൊരു പ്രസംഗമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അതിന് ചെറുതാക്കാം. അതിൽ തന്നെ നമ്മൾ ഒരു ബ്രീഫ് സല്യൂട്ടേഷൻ ചെയ്യാം. അപ്പൊ വലിയൊരു സല്യൂട്ടേഷൻ ചെയ്യാതെ ചെറിയൊരു ബ്രീഫ് സല്യൂട്ടേഷൻ ചെയ്യാം. പിന്നെ എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ ഏത് പ്രോഗ്രാമിനാണോ പോകണത് ആ പ്രോഗ്രാമിന്റെ ഒരു വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാവാം. അവിടെ ചെന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ. നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ഒരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ പറയുന്നതിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ നല്ല വ്യക്തമായിട്ട് വേണം അത് പറയാൻ എന്നുള്ളതാണ്. ഇത് ഒരുപാട് നീണ്ടു പോവാതെ അതുപോലെ വേറൊരാള് പറഞ്ഞ പോലെ അതൊക്കെ പറയാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആശംസ പറയുക എന്നുള്ളതാണ് അത്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, ഞാൻ എന്റെ പേരിലും എന്റെ ഭാര്യയുടെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്റെ സംഘടനയുടെ പേരിലും അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എന്നുള്ള രീതിയിൽ ആശംസ പറയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സംഘാടകരെ അതിൽ നമ്മൾ പ്രൈസ് ചെയ്യണം. അതായത് അവരെ ഒന്ന് പുകഴ്ത്തി പറയണം. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് നന്ദി പറയാ, അവരെ ഒന്ന് പുകഴ്ത്തി പറയാ. അതൊക്കെ നമ്മൾ ആശംസാ പ്രസംഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നന്നായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ആശംസ പറയാനായിരിക്കും. ആ സമയത്ത് നമ്മൾ അവരെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് അവരെ ആശംസിക്കാം. അവരെ ഫ്യൂച്ചർ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം. അങ്ങനെ അതൊക്കെ നമ്മളെ ആശംസാ പ്രസംഗത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ അടുത്തതാണ് അക്സെപ്റ്റൻസ് സ്പീച്ച്. മോസ്റ്റ്ലി താങ്ക് യു സ്പീച്ച് ഫോർ ദ ഹോണർ ആൻഡ് അവാർഡ്. അതായത് അതൊരു താങ്ക് യു സ്പീച്ച് ആണ്. നമുക്ക് കിട്ടിയ ഒരു പദവി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു അവാർഡിനൊക്കെ ഉള്ള ഒരു താങ്ക് യു സ്പീച്ച് ആണ് അക്സെപ്റ്റൻസ് സ്പീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂട്ടേഷൻ വേണം. നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് അവിടെ വേദിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സല്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ അക്സെപ്റ്റ് ഗ്രേഷ്യസ്ലി. നമ്മൾ വളരെ വിനയത്തോടെ സന്തോഷത്തോടെ വേണം, അത് എത്ര ചെറിയ അവാർഡ് ആയാലും നമ്മൾ അതിനെ സ്വീകരിക്കാൻ, നല്ല ഗ്രേഷ്യസ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന. അതുപോലെ താങ്ക് ദ ഓർഗനൈസേഴ്സ്. ഇതില് നമ്മൾ ഇത് സംഘടിപ്പിച്ച ആളുകൾ, അതായത് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർക്ക് നമ്മൾ താങ്ക് യു പറയണം. ഈ അക്സെപ്റ്റൻസ് സ്പീച്ചില് നമ്മളാണ് പറയുന്നതെങ്കിൽ അക്സെപ്റ്റൻസ് സ്പീച്ചില് സംഘാടകർക്ക് താങ്ക് യു പറയണം. അതുപോലെ താങ്ക്സ് ദ പീപ്പിൾ ഹു ഹെൽപ്ഡ് ഇൻ യുവർ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അച്ചീവ്മെന്റ് നേടാൻ, നമ്മളാണ് അതിന് പോണിച്ചെങ്കിൽ നമ്മൾ അച്ചീവ്മെന്റ് നേടാന് നമ്മൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്തു, നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ കിട്ടി, ആ ആളുകളൊക്കെ പേര് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, താങ്ക് യു പറയണം. പിന്നെ റിക്വസ്റ്റ് ഫ്യൂച്ചർ സപ്പോർട്ട്. നമ്മളെ ഭാവിയിലേക്ക് അവരെ സപ്പോർട്ടൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ അക്സെപ്റ്റൻസ് സ്പീച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി അടുത്ത സ്പീച്ചാണ് കീനോട്ട് സ്പീച്ച്. കീനോട്ട് സ്പീച്ച് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പീച്ച്, മുഖ്യ പ്രഭാഷണം. നമുക്ക് ചില പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോണോ പോവണ്ടേ തീരുമാനിക്കുന്നത് നമ്മുടെ കീനോട്ട് സ്പീച്ച് ആരാണ് നടത്തുന്നത് നോക്കിയിട്ടാണ്. സോറി, നമ്മള് കീനോട്ട് സ്പീച്ച് ആരാണ് നടത്തുന്നത് അല്ലെങ്കിൽ ആരാണ് മുഖ്യ പ്രഭാഷകൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ പ്രോഗ്രാമിന് പോണോ പോണ്ടെന്ന് പോലും നമ്മൾ തീരുമാനിക്കുക. അപ്പോ അല്ലെ, ചില സമയത്ത് അങ്ങനെയല്ലേ. അതുകൊണ്ട് തന്നെ കീനോട്ട് സ്പീച്ചിന് ഒരു ബ്രീഫ് സല്യൂട്ടേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പരത്തി സല്യൂട്ടേഷൻ ചെയ്യാതെ ഒരു ബ്രീഫായിട്ട് ഒരു ലഘുവന്ദനം നടത്തുക. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക. അത് ഇൻട്രൊഡക്ഷൻ ടെൽ ദ ഓഡിയൻസ് വാട്ട് യു വിൽ ടോക്ക് അബൌട്ട്. നിങ്ങൾ എന്താണ് ഓഡിയൻസിനോട് പറയാൻ പോകുന്നത് എന്നുള്ളത് ഈ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ ഓഡിയൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതില് മെയിൻ നമ്മൾ എന്താണോ പറയാൻ വിചാരിച്ച കാര്യം അത് നമ്മൾ പറയാം. കീനോട്ട് സ്പീച്ചിൽ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അതിന് നമുക്ക് നമ്മുടെ ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവണം. അപ്പൊ അതിൽ തന്നെ നമ്മൾ അവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമുക്ക് എങ്ങനെ നല്ലൊരു സ്പീച്ച് വേണം നമ്മൾ നടത്താൻ. നമുക്കറിയാം, ഒരു കീനോട്ട് സ്പീച്ച് നമുക്ക് ഏതൊരു വിഷയത്തിലും 45 മിനിറ്റിലധികം നമുക്ക് ശ്രദ്ധ വരൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികമൊന്നും പോവാതെ ഒരു 45 മിനിറ്റിലൊക്കെ ഒതുക്കണത് നന്നാവും.
അപ്പോ നമ്മള് അവരെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മൾ നല്ല, അതായത് നമുക്ക് പറയുന്ന വിഷയത്തെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുക. ഇപ്പൊ കീനോട്ട് സ്പീച്ചിനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആമുഖ സമയത്ത് നമുക്ക് നല്ല കോട്ടുകൾ ഉപയോഗിക്കാം, നല്ല സോങ്സ് അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ എന്താണ് അവർക്ക് പറയാൻ വിചാരിച്ച മെയിൻ കണ്ടന്റ് അത് പോയിന്റ് ആയിട്ട് കറക്റ്റ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് കഴിഞ്ഞിട്ട് അതായത് അതാണ് അതിന്റെ പ്രസംഗത്തിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് പ്രസംഗം അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ റീക്യാപ്പ് ദ മെയിൻ പോയിന്റ്. ഇത്രയും സമയം നമ്മൾ എന്താണ് അവരോട് പറഞ്ഞത് അതിന് നമ്മൾ റീക്യാപ്പ് ചെയ്യാം. ഈ സമയത്ത് ഈ കൺക്ലൂഷന്റെ ടൈമിൽ നമ്മൾ റീക്യാപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ താങ്ക് ദ ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസിനോട് പറയും ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ കൺക്ലൂഷനിൽ നമുക്ക് കോട്ടുകൾ ഉപയോഗിക്കാം. ഇപ്പൊ ചില മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകണേ, റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സ്പീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ നല്ല വാക്യങ്ങൾ ഉപയോഗിക്കാം, സൂക്തങ്ങൾ ഉപയോഗിക്കാം, നല്ല ഒരുപാട് ചരിത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നല്ല രീതിയിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന നമ്മൾ പറയും ഈ പ്രസംഗങ്ങളൊക്കെ ചാകുന്നതിന് മുമ്പേ കൊല്ലണം എന്നാ പറയാ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മുട്ടേറും തക്കാളിയറൊക്കെ കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർത്തണം. അതായത് നമ്മൾ ശ്രദ്ധിക്കണം ഓഡിയൻസ് എന്താണ്, ഓഡിയൻസിന് നമ്മളെ സ്പീച്ച് ഇഷ്ടപ്പെടുന്നുണ്ടോ, അവര് ഇപ്പൊ നമ്മളിങ്ങനെ അവരെങ്ങനെ നോക്കി വേണം നമ്മൾ ബോഡി ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ചിലപ്പം ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളിങ്ങനെ സ്പീച്ച് ചെയ്തിട്ട് കാര്യമില്ല, അവര് ചിലപ്പം അത് റെസ്പോണ്ട് ചെയ്യൂല. അപ്പൊ അതൊക്കെ മുന്നേ അവർക്ക് റെസ്പോൺസ് ശരിയല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്താൻ നോക്കണം. അല്ലാതെ ഇത് നമ്മൾ അവരെ ബോറടിപ്പിക്കാൻ പാടില്ല ഓഡിയൻസിന്. ഇതുപോലെ എയറൊക്കെ കിട്ടും അല്ലെങ്കിൽ. അതുപോലെ തന്നെ പെട്ടെന്ന് നിർത്തരുത്. കീനോട്ട് സ്പീച്ച് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ വളരെ നല്ലൊരു സ്പീച്ച് ഒക്കെ നടത്തി പെട്ടെന്ന് ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ പതുക്കെ ഒരു നല്ലൊരു മഴ പെയ്ത് ചോരുന്നത് പോലെ പതുക്കെ 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 വേണം നമ്മളെ സ്പീച്ച് അവസാനിപ്പിക്കാനായിട്ട്. അപ്പൊ അവർക്ക് സൂചന കൊടുക്കണം, ഓഡിയൻസിന് സൂചന കൊടുക്കണം, തീരാൻ പോവുകയാണ് ഇത്. അങ്ങനെ പെട്ടെന്ന് നിർത്താതെ ഒരു നല്ലൊരു മഴ ചോരുന്ന പോലെ പതുക്കെ പതുക്കെ വേണം നമ്മളെ കീനോട്ട് സ്പീച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം കീനോട്ട് സ്പീച്ച് ആണ് ഒരു പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പീച്ച് എന്നുള്ളത്. ഇനി അടുത്തതാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്. നമുക്കറിയാം അധ്യക്ഷ പ്രസംഗം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തന്നെയാണ്. പക്ഷെ അധ്യക്ഷ പ്രസംഗം ഇതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ നീണ്ടു പോകാൻ പാടില്ല. അതിൽ ഒരു പ്രോപ്പർ സല്യൂട്ടേഷൻ ഉണ്ടാവണം. അധ്യക്ഷനാണ് ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ആള്. അപ്പൊ ഒരു പ്രോപ്പർ സല്യൂട്ടേഷൻ ഉണ്ടാവണം. ഒരിക്കലും നീണ്ടു പോകരുത്. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറയാം. പിന്നെ ചിലപ്പോൾ സ്വാഗത പ്രസംഗം പറയുന്ന ആള്, ഒരു വെൽക്കം സ്പീച്ച് പറയുന്ന ആള് പറയാൻ മറന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അല്ല, കുറെ കാര്യങ്ങളല്ല, ചിലപ്പോൾ ആരെങ്കിലും വെൽക്കം ചെയ്യാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് മറന്നിട്ടുണ്ടാവും. അതൊക്കെ അധ്യക്ഷന് ആ സമയത്ത് പറയാൻ പറ്റും. അങ്ങനെ അധ്യക്ഷന് വലിയൊരു ഇത് പറയാതെ ചെറിയൊരു സ്പീച്ച് നല്ല ബ്രീഫായിട്ട് തന്നെ പറയാന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ഇനാഗുറേഷൻ സ്പീച്ച്, ഉദ്ഘാടന പ്രസംഗം. മറ്റുള്ള എല്ലാ സ്പീച്ചും നടത്തുന്നത് സംഘടനയിലെ ഉള്ളിലുള്ള ആളുകളായിരിക്കും. ഇപ്പൊ വെൽക്കം സ്പീച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് ആവട്ടെ, അതൊക്കെ ആ സംഘടനയിലുള്ള ആളുകളായിരിക്കും. പക്ഷെ ഒരു ഇനാഗുറേഷൻ സ്പീച്ച് നടത്തുന്ന ആള് ഒരിക്കലും ആ സംഘടനയിൽ ഇല്ലാത്ത ആളായിരിക്കും. ഇപ്പൊ നാട്ടിൽ കുറച്ച് നിലയും വിലയും പദവിയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും ഇനാഗുറേഷൻ നടത്താൻ. അപ്പൊ ഇനാഗുറേഷൻ നടത്തുന്ന ആള് നമ്മൾ ഏത് പ്രോഗ്രാമിനാണോ പോണത്, ഇപ്പൊ നമ്മളാണ് ഇനാഗുറേഷൻ പോണെന്ന് വെച്ചെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചത്. ഇപ്പോ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. നമ്മള് നല്ല ക്ലിയർ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ മതപരമായിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കോട്ടുകൾ ഉപയോഗിക്കാം, കഥകൾ ഉപയോഗിക്കാം, ചരിത്രങ്ങൾ ഉപയോഗിക്കാം. അതല്ലാത്തൊരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് നല്ല ഇതുപോലെ തന്നെ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു കൊട്ടേഷൻ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊക്കെ നമുക്ക് സ്പീച്ച് തുടങ്ങാം. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരു ഉദ്ഘാടകനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ചില ആളുകൾ സ്പീച്ച് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ മറക്കും. ഒരിക്കലും ഒരു ഉദ്ഘാടന പ്രസംഗികന് ഒരിക്കലും ഉദ്ഘാടനം മറക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ നമ്മൾ അധ്യക്ഷന്റെ അനുമതി അല്ലെങ്കിൽ നിങ്ങളുടെ അനുമതിയോട് കൂടി ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
ഇപ്പൊ കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആ ഉദ്ഘാടന പ്രസംഗം നമ്മൾ കൺക്ലൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് പറയാം ഇപ്പോ നമുക്കൊരു പ്രാർത്ഥനയോടെ ഇപ്പൊ ഈ പ്രോഗ്രാമിന് ഒരു പ്രാർത്ഥന കൊടുക്കാം. ഈ വളരെ വിജയമാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഈ സംഘാടകർക്ക് ഒരു ആശംസ പറയാം. അങ്ങനെ ഒരു ആശംസയൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഉദ്ഘാടന പ്രസംഗം കൺക്ലൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു സ്പീച്ചാണ് വോട്ട് ഓഫ് താങ്ക്സ്. നമുക്കറിയാം വോട്ട് ഓഫ് താങ്ക്സ് ഇല്ലേ, നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ചില JCA-ലൊക്കെ ഉള്ളത് കൊണ്ട് പ്രോഗ്രാം ഡയറക്ടർ ആവും ഞാൻ എപ്പോഴും. അപ്പൊ ഞാനായിരിക്കും അധികവും വോട്ട് ഓഫ് താങ്ക്സ് അറിയാം. അപ്പൊ എനിക്ക് തുടക്കം മുതൽ ടെൻഷനാണ്. ഞാൻ പറയണല്ലോ. ഈ വോട്ട് ഓഫ് താങ്ക്സ് ആണെങ്കിൽ ലാസ്റ്റും, എല്ലാ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ആയിരിക്കും വോട്ട് ഓഫ് താങ്ക്സ്. പക്ഷെ ഞാൻ തുടക്കം മുതൽ ടെൻഷനിലായിരിക്കും, ഇത് പറയണല്ലോ. അപ്പൊ എനിക്ക് ആ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കാനേ പറ്റില്ല. അത് മിക്ക വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണത്. പക്ഷെ നമ്മള് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്ട്രെസ് ഇല്ലാതെ കൂളായിട്ട് ആ പ്രോഗ്രാമിൽ ഇരുന്ന് ആ പ്രോഗ്രാമിന്റെ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ചിട്ട് വേണം ആ പ്രോഗ്രാമിൽ നിൽക്കാൻ. എന്നാലേ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് അടിപൊളിയാവുള്ളൂ. പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറയണമെങ്കിലൊക്കെ നമ്മൾ അതിൽ വിജിലന്റ് ആയിരിക്കണം. നമ്മൾ അതിൽ എൻജോയ് ചെയ്തിട്ട് വേണം നമ്മൾ ചേരാനുള്ളതാണ്. ഈ വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു മികച്ച സംഘാടകന്റെ മികച്ച ഉത്തരവാദിത്വം കൂടിയാണ് ഈ വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ വോട്ട് ഓഫ് താങ്ക്സ് കേൾക്കാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കുറെ ആളുകൾ എണീറ്റ് പോയിട്ടുണ്ടാവും. പക്ഷെ ആളുണ്ടോ, ഇത് അവസരം എന്താണോ എന്നുള്ളതല്ല, നമുക്ക് കിട്ടിയ ഈ അവസരം അതിനെ ഭംഗിയാക്കി നമ്മൾ പറയണം എന്നുള്ളതാണ്. ചിലപ്പോൾ ആൾക്കാർ കേൾക്കാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് അതിൻ്റെതായ രീതിയിൽ, അതായത് നമ്മുടെ പ്രോഗ്രാമിന് വന്ന് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് ചേർന്ന് നിന്ന ആളുകളെയാണ് നമ്മൾ താങ്ക് യു പറയുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നമ്മൾ ആരെങ്കിലും കേൾപ്പിക്കുന്നതിന് പകരം ആ പ്രോഗ്രാമിൽ തലേ ദിവസം മുതൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിലുള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ ആരോട് താങ്ക് യു പറയണം എന്നുള്ളത് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വോട്ട് ഓഫ് താങ്ക്സും 30-45 മിനിറ്റ് മാക്സിമം എന്നാ പറയാ. പക്ഷെ നമുക്ക് അതിൽ തീർക്കാൻ പറ്റൂല. ഒരു മിനിറ്റ് അങ്ങനെയൊക്കെ പോകും. പക്ഷെ വലിയൊരു വോട്ട് ഓഫ് താങ്ക്സ് ഒരിക്കലും പറയരുത്. കാരണം ആ സമയത്ത് എല്ലാവർക്കും പോവാനുള്ള തിരക്കായിരിക്കും. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർക്കാനുള്ള ഒരു അർജന്റ് ആയിരിക്കും. അപ്പൊ വലിയൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാതെ ചെറിയൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയാം. അതിന് നോ സല്യൂട്ടേഷൻ എന്നാ പറയാ. ചെറിയ ഹായ് ഓൾന്നോ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഓൾന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സല്യൂട്ടേഷൻ പറയാം. ചെറിയൊരു സല്യൂട്ടേഷൻ പറഞ്ഞിട്ട് നേരെ പോയിന്റിലേക്ക് കിടക്കാം. അത് ഇതുപോലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട്. ഓരോ ആളുകളെ വിളിച്ചിട്ട് നന്ദി പറയുന്നു. അത് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എല്ലാവരെയും വിളിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റൂല, ഓരോ ഇൻഡിവിജ്വലി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പ്രധാനപ്പെട്ട ആളുകൾ ഇൻഡിവിജ്വലി അതിൽ പന്തല്, ഡെക്കറേഷൻ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഉൾപ്പെടുത്തണം. നമുക്ക് ഇൻഡിവിജ്വലി പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മള് എല്ലാവരും പേര് വിളിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് നന്ദി പറയാം. അത് പറ്റുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമ്മള് താങ്ക് യു പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ പ്രോഗ്രാം വിജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ കൂടിയ ആൾക്കാർക്ക് അറിയാം, നമുക്കും അറിയാം, സംഘാടകർക്കും അറിയാം. അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് സമയം കളയാതെ ആ പ്രോഗ്രാമിന് വന്ന ആളുകളുടെ സാന്നിധ്യം ആ പ്രോഗ്രാമിൽ എത്രത്തോളം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം മെച്ചമുണ്ടായി എന്നുള്ളത് വേണം നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയാതെ ആ വന്ന ആളുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവരോട് താങ്ക് യു പറയാന്നുള്ളതാണ്. അത് നിർത്തുന്ന സമയത്ത് നമ്മൾ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഞാനിത് ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആള് എപ്പോഴും സ്ട്രെസ്സിലായിരിക്കും. ഞാൻ പറയണല്ലോ. പക്ഷെ അതിന് പകരം ആ പ്രോഗ്രാമില് നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം കറക്റ്റ് വീക്ഷിക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് നല്ലൊരു വോട്ട് ഓഫ് താങ്ക്സ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോ നമ്മളോട് സഹകരിച്ച് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിച്ച ആ സുമനസ്സുകളോട് പറയുന്ന നന്ദി എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് നല്ല സ്നേഹത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഒരു വെൽക്കം സ്പീച്ച് ആക്കി മാറ്റാൻ പാടില്ല. പല ആളുകളും ടെൻഷൻ കൊണ്ട് നമ്മൾ സ്വാഗതമൊക്കെ പറയും. അങ്ങനെ ആക്കുന്നതിന് പകരം
വോട്ട് ഓഫ് താങ്ക്സ് മിനി അതായത് കീപ്പിംഗ് സിമ്പിൾ ആൻഡ് സ്ട്രോങ് എന്നാ പറയുക. നമ്മൾ സിമ്പിൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ ആ സ്പീച്ച് നമ്മൾ പറയാൻ വേണ്ടിട്ട് എന്നുള്ളതാണ്. ഇത് തോന്നുന്നു ഒരുവിധം എല്ലാ സ്പീച്ചും ഞാൻ കവർ ചെയ്തു എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്പീച്ചിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു. ഇൻട്രൊഡക്ടറി സ്പീച്ച് പറഞ്ഞു, വെൽക്കം സ്പീച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഫെസിലിറ്റേഷൻ പറഞ്ഞു, ഇനോഗ്രേഷൻ പറഞ്ഞു, അല്ല അക്സെപ്റ്റൻസ് പറഞ്ഞു, അതേപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്പീച്ചുകളാണ്. ഇതൊക്കെ നമുക്ക് ഏത് സമയത്തും നമ്മളിലേക്ക് വരാൻ പറ്റുന്ന സ്പീച്ചുകളാണ്. അതേപോലെ തന്നെ അനുമോദന പ്രസംഗങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ കണ്ടോളൻസ് സ്പീച്ച് ഉണ്ടാകും, അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രസംഗങ്ങൾ പല പല തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയ നമ്മൾ രൂപപ്പെടുത്തി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാത്രമല്ല ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രസംഗിക്കാനൊക്കെ പേടിയുള്ള ആൾക്കാർക്കൊക്കെ അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് റെഡി ആയിക്കോളും. നമ്മൾ പഠിക്കുക, അതോടൊപ്പം തന്നെ ഇതെനിക്ക് അറിയാലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇത് അറിഞ്ഞ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞത് മാത്രം പോരാ അല്ലെ. ഒരു സാധനം നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചും കൂടിയും അല്ലെ. ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ക്ലാസ് എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, ഒന്നുകൂടി ഒന്ന് നോക്കണമല്ലോ അത് എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും എന്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിരിക്കും. അപ്പൊ എത്രയോ ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഇതിപ്പോ ആത്തിക്ക മാമിന് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. അപ്പൊ ആത്തിക്ക മാം വിചാരിക്കാണ് ഇത് എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പഠിച്ചു വെക്കുന്നു, അപ്പൊ ആത്തിക്ക മാമിന് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അതിന് പകരം കുറച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതെന്തായി, കുറെ ആളുകൾക്ക് അത് കിട്ടി അല്ലെ. ഇതേപോലെ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരെയും എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നോളജ് ഷെയറിങ് എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ നോളജ് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് കൂടെയുള്ളൂ. ഇപ്പൊ പൈസ ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് കുറഞ്ഞു വരും അല്ലെ നമ്മളെ കയ്യിലുള്ളത്. എന്നാൽ അത് തിരിച്ചു വരും, അത് വേറൊരു കാര്യം. പൈസ നമ്മൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് തിരിച്ചു വരികയും ചെയ്യും. ബട്ട് എനിവേ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ അത് എന്താണ് കുറഞ്ഞു വരുമെന്ന് നമ്മൾ പറയാം. എന്നാൽ നോളജിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് ഇരട്ടിക്കും അല്ലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കൊരു സംഭവം ഉണ്ട്, അത് അറിയാം, അപ്പൊ എന്റെ കയ്യിൽ ഒരു നോളജ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ അത് ഒന്നും കൂടി പഠിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞു തരില്ല. അപ്പൊ ഞാൻ പഠിച്ചത് എന്തായി, ഒന്നും കൂടി ഉഷാറായി. അപ്പൊ ആത്തിക്ക മാമിന് നേരത്തെ അത് അറിയായിരുന്നു. ഒന്നുകൂടി അവതരിപ്പിച്ച സമയത്ത് അതെന്തായി, വീണ്ടും അതെന്തായി, ഒന്നുകൂടി അതിനെ മോഡിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന സ്പീച്ച് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഇന്ന എലമെന്റ് വിട്ടുപോയ അല്ലെങ്കിൽ ചേർക്കാനുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഓക്കെ, ഓവർ ടു ദ ഓഡിയൻസ്. സൗണ്ട് മോഡുലേഷനെ കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ മാഡം? ഓക്കെ, മോഡുലേഷൻ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഒരിക്കലും വളരെ സ്പീഡിലും സ്പീച്ച് ചെയ്യാൻ പാടില്ല, സ്ലോ ആയിട്ടും സ്പീച്ച് ചെയ്യാൻ പാടില്ല. നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വോയിസ് മോഡുലേഷൻ നമുക്ക് ഉണ്ടാവണം തന്നെയാണ്. ഇപ്പോ ചില ആളുകൾ സ്പീഡിൽ സ്പീച്ച് ചെയ്യും, പേടികൊണ്ടായിരിക്കും, ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കും, ചിലപ്പോൾ കാണാതെ പഠിച്ച് പോയതുകൊണ്ടായിരിക്കും. അങ്ങനെ സ്പീഡിലും സ്പീച്ച് ചെയ്യാൻ പാടില്ല, സ്ലോവിലും സ്പീച്ച് ചെയ്യാൻ പാടില്ല. പറ്റ സ്ലോ ആയാലും ആളുകൾക്ക് അരോചകമാവും, സ്പീഡായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ശബ്ദത്തെ കൂട്ടിയും കുറച്ചും നമ്മൾ ഒരേ വോയിസിൽ ഒരേ മോഡുലേഷനിൽ പറഞ്ഞാലും ആളുകൾക്ക് ചിലപ്പോൾ അത് ബോറിംഗ് ആയി തോന്നും, ശ്രദ്ധ കിട്ടൂല. അപ്പൊ നമ്മൾ പോയിന്റ് ചെയ്യേണ്ട സമയത്ത് അതിന് നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ടും അല്ലാത്ത സമയത്ത് കുറച്ചിട്ടും കൂടി അങ്ങനെ വോയിസ് മോഡുലേഷൻ ഉണ്ടായാൽ നല്ല കാര്യമാണ് ഒരു സ്പീച്ചിൽ. താങ്ക് യു ടീച്ചറെ. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതില് കീനോട്ട് സ്പീച്ച് പറഞ്ഞല്ലോ, അതല്ലേ ഈ മുഖ്യ പ്രഭാഷണമായിട്ട് വരുന്നത്? അതെ, കേൾക്കുന്നില്ലേ?
ആ ആ. എന്തോ ഉണ്ടല്ലോ, സംശയം എന്തോ ഉണ്ടല്ലോ, വരട്ടെ. അല്ല അത് ചോദിക്കുക, കീനോട്ട് സ്പീച്ച് അല്ലേ മുഖ്യപ്രഭാഷണം എന്ന് പറയാം. അതെ, അത് നമുക്ക് എനിക്ക് തോന്നുന്നു കീനോട്ട് സ്പീച്ച് ഏറ്റെടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും പേടി. മറ്റുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ കീനോട്ട് സ്പീച്ച് ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്ക് നമ്മളത് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യണം. അത് വേണം. പ്രിപ്പയർ ടൈം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ അതിന് മാത്രം മാസ്റ്റർ ആവണം. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. നമ്മൾ മറന്നു പോ നോട്ട് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു കീനോട്ട് സ്പീച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് മുഖ്യ പ്രഭാഷണം. അത് ആരാണ് ചെയ്യാന്നുള്ളത് നോക്കിയിട്ടാണ് ആ പ്രോഗ്രാമിന്റെ വിജയം എന്നുള്ളതാണ്. ശരിയാണ്. ഏറ്റെടുക്കണം. ടീച്ചറെ, എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര സംഭവമാന്നൊക്കെ തോന്നും. ഇത് ഒന്നോ രണ്ടോ സ്പീച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് നമ്മൾ ലയിച്ച് നമ്മൾ വലിയ പ്രിപ്പയറിംഗ് ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ പ്രസംഗം പഠിക്കുന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഭയങ്കര ബാലികേറാമലയാന്നൊക്കെ തോന്നും. ഇതൊക്കെ നിസ്സാര സംഭവമുള്ളൂ. 1, 2, 3 സ്റ്റേജൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ മുഖ്യ പ്രഭാഷണം, അധ്യക്ഷ പ്രഭാഷണവും ഉദ്ഘാടനവും എല്ലാം നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പൊ ഈ എന്നെ കേൾക്കുന്ന സ്റ്റുഡന്റിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇത് പറയുമ്പോഴോ നമ്മളിത് അവതരിപ്പിക്കാൻ പോകുമ്പോഴോ നമ്മൾ ഓവർ ടെൻഷൻ വേണ്ട. ഇത് നമുക്ക് നിസ്സാരമായിട്ട് കാണാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പിന്നെ നമ്മൾ മാഡം പറഞ്ഞ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു 1, 2, 3 സ്റ്റേജുകൾ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. കിട്ടുന്നതിന് മുമ്പ് നമുക്ക് വലിയൊരു മലയായിട്ട് തോന്നും. കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ നോർമലായിട്ട് നമുക്ക് സംസാരിക്കുന്നുള്ളൂ. പിന്നെ വായന, പരന്ന വായന നിർബന്ധമാണ്. ജനറൽ നോളജ് നിർബന്ധമാണ്. എന്ത് പരിപാടിയാണോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദ്യ അവസാനം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് വരും. അതിനെക്കുറിച്ചൊക്കെ തുടങ്ങി പതുക്കെ വളരെ നോർമലായിട്ട് വളരെ നല്ല രീതിയിൽ ഇതാണ് പ്രസംഗം പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറിനെക്കാളും വലിയ ടീച്ചർ ആവുന്നതല്ല, എന്റെ അറിവ് വെച്ച് ചെറിയൊരു അറിവ് പാസ് ചെയ്തെന്നുള്ളൂ. എന്റെ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു സർ. ഇത് പഠിക്കണ വരെ എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനാണ് അവതരിപ്പിക്കണ സമയത്ത്. അപ്പൊ കൊറേയൊക്കെ ശരിയായി. താങ്ക് യു ടീച്ചറെ. പ്രസംഗത്തിന്റെ ഏറ്റവും മെയിൻ പ്രാക്ടീസ് തന്നെയാണ്. പ്രസംഗിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കണം. നീന്താൻ പഠിക്കണമെങ്കിൽ വെറുതെ പിന്നെ നമ്മൾ പോയിട്ട് ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് നീന്താൻ പഠിക്കുക, അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരിക, കുളത്തിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പതുക്കെ ഇറങ്ങി നിൽക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ പോകണം, അത് അനുഭവിക്കണം. എന്നതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്, വെറുതെ ഇത് എനിക്ക് അറിയാന്ന് പറഞ്ഞിരിക്കരുത്. ബട്ട് ഇത് എവിടെയെങ്കിലൊക്കെ ഒന്ന് പറയാ. ഒരു 4 ആള് കൂടുന്നിടത്ത്, അല്ലെ, കൂട്ടുകാർ കൂടുന്നിടത്ത്, നമ്മളുടെ എത്രയോ ആയിരക്കണക്കിന് എന്താണ് 2 ആള് കൂടുന്നിടത്ത് സംഘടനകളാണ് ഇപ്പോ. 2 ആള് കൂടിയ സംഘടനയായി. അപ്പോ അങ്ങനെയുള്ളിടത്തൊക്കെ എന്ത് ചെയ്യാ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓപ്പർച്യൂണിറ്റി ആസ്ക് ചെയ്യുക, ചോദിക്കുക. എവിടെയെങ്കിലും സ്വാഗതം പറയാനുണ്ടോ, ചോദിക്കുക, എന്ന് പോയിട്ട് ഞാൻ പറഞ്ഞോട്ടെ അല്ലെ. ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ചോദിക്കണം, ചോദിച്ചു മേടിക്കണം. അല്ലാതെ ആരും വന്നിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരില്ല എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക. നമ്മളെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണം. സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. അതല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. നമ്മുടെ മടി മാറ്റുക, നമ്മുടെ നീട്ടിവെക്കൽ മാറ്റി വെക്കുക, നമ്മുടെ അലസത മാറ്റി വെക്കുക, അതേപോലെ നമ്മുടെ ഓവർ ഫിയർ മാറ്റുക. ഫിയർ നല്ലതാണ്. ഫിയർ എന്ന് പറഞ്ഞ ഒരു സാധനം നല്ലതാണ്. ഏത് വിഷയത്തിലായി കഴിഞ്ഞാലും പേടി വേണം. പേടി ഇല്ലെങ്കിലാണ് പ്രശ്നം. ഒരാൾക്ക് പേടിയില്ല, ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു പേടിയില്ല, സ്പീഡിൽ ഓടിച്ചു പോവാണ്. അതല്ലെങ്കിൽ ഒന്നിനെയും പേടിയില്ല, ഇരുട്ടിനെ പേടിയില്ല, അവനെന്തെങ്കിലും എന്തോ പ്രശ്നമുണ്ട് ആൾക്ക്. അപ്പൊ പേടി വേണം, ആങ്സൈറ്റി വേണം. ആങ്സൈറ്റി ഒക്കെ ചെറിയ രൂപത്തിൽ വേണം, അല്ലെ. ഇപ്പൊ പരീക്ഷ വരുമ്പോ പരീക്ഷയ്ക്ക് ചെറിയൊരു പേടി വേണം, എന്നാലത് പ്രിപ്പയർ ചെയ്യുള്ളൂ,
അല്ലെ? ഇപ്പൊ ആതിക ജാസ്മിൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ പേടി വേണം, എന്നാലും ആതിക ജാസ്മിൻ എന്ത് ചെയ്യുള്ളൂ, ഒരുങ്ങുള്ളൂ അതിന് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അതെന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അത് തള്ളിക്കളയും. അപ്പൊ ഓവർ ഫിയർ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഈവൻ ആങ്സൈറ്റിയുടെ വിഷയത്തിലും അതന്നെ. ആങ്സൈറ്റി ഈസ് എ നോർമൽ. ഓക്കെ. അപ്പോ സൈക്കോളജിയിൽ യൂസ് സ്ട്രെസ് എന്നൊക്കെ പറയും. സ്ട്രെസ്സിന്റെ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാം നോർമൽ നമുക്ക് ആവശ്യമാണ്. ബട്ട് എന്താണ്, അതിനെ അതിരുവേദിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നേരത്തെ പറഞ്ഞ കീനോട്ട് സ്പീച്ച് ഒക്കെ, മുഖ്യ പ്രഭാഷണം, ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം ഞാൻ ഇഷ്ടപ്പെടുന്ന പല പ്രഭാഷകരെയും ഞാൻ ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരൊക്കെ എത്ര വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാലും അവരത് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ വന്ന് അവതരിപ്പിക്കില്ല. കൃത്യമായിട്ടുള്ള ഏതൊരു പരിപാടി, ദിവസം 2-3 പരിപാടികൾ അവതരിപ്പിക്കുന്ന പ്രഭാഷകരാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, എന്ത് അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവരുടെ കയ്യിലൊരു സാധനം ഉണ്ടാവും. അവർ നോക്കുന്നുണ്ടോ നോക്കുന്നില്ല അത് വേറെ വിഷയം. പക്ഷെ അവരത് അതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി അത് അവരുടെ കയ്യിൽ ഉണ്ടാകും. അതിനനുസരിച്ചിട്ടാണ് അവരത് പ്രസംഗിച്ചു പോകുക. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവും. അപ്പോ ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഷബീർ സാർ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ മനോഹരമായിട്ട് സംസാരിക്കും. അപ്പൊ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. എഴുത്തുപോലെയല്ല സംസാരം. എഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചിരുന്നിട്ട് വേണമെങ്കിൽ ഒരു വാക്കിനെ നമുക്ക് തിരുത്തി എഴുതാം, അല്ലെ? വേണമെങ്കിൽ വെട്ടിമാറ്റാം. അങ്ങനെ പലതും നമുക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷെ പ്രസംഗം എന്ന് പറയുന്നത് അങ്ങനെയല്ല, സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ പറയുന്ന ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല, മറിച്ച് എന്താണ്, അത് സാഹചര്യത്തിനനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്ലെ? ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കണമെങ്കിൽ ഈ സാഹചര്യത്തിനൊത്ത വാക്കുകൾ എൻ്റെ വായിലേക്ക് വരണം. മനപ്പാഠം പഠിച്ച വാക്കുകൾ കൊണ്ട് സാഹചര്യത്തിനൊത്ത് സംസാരിക്കാൻ കഴിയില്ല. അപ്പോ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കണമെങ്കിൽ സാഹചര്യത്തിനൊത്ത വാക്കുകൾ നമ്മുടെ തലയിലേക്ക് നമ്മൾ ഫീഡ് ചെയ്തു വെക്കണം. അങ്ങനെ ആയിരക്കണക്കിന് വാക്കുകൾ എൻ്റെ തലയിൽ ഞാൻ ഫീഡ് ചെയ്തതിൽ നിന്ന് ഈ സാഹചര്യത്തിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകളെ എൻ്റെ ബ്രെയിൻ പോയിട്ട് അവിടുത്തെ ഷെൽഫിൽ നിന്ന് തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക്, എൻ്റെ അധരങ്ങളിലേക്ക് തന്ന് ആ അധരങ്ങളിൽ നിന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് എത്തുകയാണ്. ഇവിടെ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇതാരും നമ്മൾ കാണുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞ എൻ്റെ ബ്രെയിനിൽ, ഞാൻ എൻ്റെ അലമാരയിലേക്ക് എൻ്റെ വാക്കുകളെ ഞാൻ അടക്കി വെച്ചത് എൻ്റെ വായനയിലൂടെയാണ്. ഇങ്ങനെ നിരന്തരം നമ്മൾ വായിച്ച് വാക്കുകളെ നമ്മൾ കണ്ടെത്തി, ഞാൻ അതിൽ പറഞ്ഞ പോലെ വാക്കുകളെ നമ്മൾ കൂട്ടുകാരാക്കി, അല്ലെ? കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളെ നമ്മൾ നിരന്തരം കാണണം. നമ്മൾ കാണാത്ത പല വാക്കുകളും ഉണ്ട്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളല്ല. അതിനേക്കാൾ ഏറ്റവും ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന വാക്കുകളെ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തി ഒരു പ്രാവശ്യം ഒരു വാക്കിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വാക്ക് നിങ്ങളുടെ അധരങ്ങളിലേക്ക് വരില്ല, അല്ലെ? മറിച്ച് എന്താണ്, നിരന്തരം കാണുന്ന ഒരാൾ എന്ന പോലെ തന്നെ നിരന്തരം നിങ്ങളൊരു വാക്കിനെ കാണുമ്പോൾ ആ വാക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ വായിലേക്ക് വരും. ഇങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ ആകണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ്. വായന ആരംഭിക്കുക. വായന ആരംഭിച്ച് അതിലെ ഓരോ വാക്കുകളെയും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തു വെക്കുക. വാക്കുകളെ നിങ്ങൾ തലോടുക, അല്ലെ? ഇതൊരു സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ കൂടി അതിന്റെ ഒരു അർത്ഥത്തിൽ, ഏറ്റവും മനോഹരമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓരോ വാക്കുകളെയും നമ്മൾ തലോടിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ വാക്കുകൾ നമ്മുടെ ഹൃദയം. അപ്പോ പ്രസംഗം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ ചെവികളിലേക്കല്ല. പ്രസംഗം അങ്ങനെ ആവരുത്. പ്രസംഗം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാകണം. ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗം കഴിയരുതേ എന്ന് ആഗ്രഹിക്കുന്നതും ഇതെപ്പോഴാ ഒന്ന് കഴിയുക എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിച്ച് ഇത് കഴിയരുതേ എന്ന് ചിന്തിക്കാനുള്ള രൂപത്തിലേക്ക് ഓഡിയൻസിനെ എത്തിക്കാനുള്ള മികവ്, ഇത് നേരത്തെ പറഞ്ഞ എല്ലാവർക്കും പറ്റും. നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് പരിശ്രമിക്കുക. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാത്ത ഒന്നുമില്ല. ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ എത്തിയതാണ്. ആരും ജനിച്ചപ്പോ തന്നെ എന്ത് സെറ്റായിട്ട് എന്നാ അങ്ങനെ വന്ന ആരും ഇല്ല കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത്, സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത്, നടന്നു പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്ത്, കടൽക്കരയിൽ പോയി എന്ന് കടലിനോട് സംസാരിച്ച്, അല്ലെ, വീട്ടിലെ അലമാരകൾക്ക് മുമ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ട്, വെറുതെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ച്, അങ്ങനെ സംസാരിക്കണമെന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നിരന്തരം കഷ്ടപ്പെട്ട് അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോ എത്തിച്ചേരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നേരത്തെ ഇവിടെ സബീർ സാറൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. ടാലന്റും സ്കില്ലും ഉണ്ട്. യേശുദാസിന് പാട്ട് പാടാൻ പറ്റുന്നത് എന്താണ്? ടാലന്റ് ആണ്. അദ്ദേഹത്തിന് ഇൻബോൺ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ്. എന്നാൽ മറ്റുള്ളവർക്കും പാടാൻ പറ്റും, മറ്റുള്ളവർക്കും പാടാം, മറ്റുള്ളവർക്കും പ്രസംഗിക്കാം. അപ്പൊ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് പരിശ്രമിച്ച് നമുക്ക് അവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്തിക്കാൻ പറ്റും. വി ക്യാൻ. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ മനോഹരമായി സംസാരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങാം. അല്ലെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും എന്ത്, സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമാണ്. സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മള്. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനും സ്റ്റാർട്ട് ചെയ്യില്ല. അതല്ലെങ്കിൽ നമ്മൾ കുറെ കൂടി എത്തട്ടെ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഒന്നും ഉള്ളതുപോലും നമ്മൾ എന്ത് ചെയ്യില്ല, പറയാൻ നമ്മൾ തയ്യാറാവില്ല. അപ്പോ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്പീച്ചുകളെ കുറിച്ചുകൂടെ സംസാരിച്ചു വെച്ചു. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഹായ് സർ. ഹായ്. ഞാൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ ഞാൻ ഡൗട്ടല്ല, ജസ്റ്റ് ഒരു കമന്റ് പറയാനാണ്. കാരണം ഈ രീതിയിൽ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഇതില് ഒരു ഉദ്ഘാടന പ്രസംഗമല്ലാത്ത പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ എന്താ വെച്ചാല് പിന്നെ നമ്മള് ഏത് പ്രോഗ്രാം ആണെങ്കിലും മുമ്പ് ഉള്ളവര് ഈ ഒരു സെഷൻ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ഒരു ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് ആരെങ്കിലും ഇത് പറഞ്ഞു തരിക അതൊന്നും ഉണ്ടാവാറില്ല. അപ്പോ വളരെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ കേട്ട ഭാഗം മുതൽ നല്ല ഉഷാറായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ. പിന്നെ ഡൗട്ട് ചോദിക്കാൻ ഞാൻ മുഴുവനായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്കൊരു ഇതെന്താ വെച്ചാൽ നമ്മള് കീനോട്ട് സ്പീച്ച് അഡ്രസ് ആണെങ്കിൽ നമ്മള് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. കാരണം ഓഡിയൻസ് പലപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മള് ആസ് എ ടീച്ചർ നമ്മൾ പറയും കുട്ടികളെക്കാളും നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളതാണ്. പലപ്പോഴും സ്റ്റുഡൻസ് പല വിഷയത്തിലും നമ്മളെക്കാളും ഇന്ന് അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം അബിക, ജാസ്മിൻ മാം. നമസ്കാരം. ഏതായാലും വളരെ നല്ലൊരു സ്പീച്ചിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. കാരണം പലപ്പോഴും ഞാനും ഇടക്കൊക്കെ സ്പീച്ച് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതേതായാലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യും. അതിനുള്ളൊരു സാഹചര്യം മാഡമായിട്ട് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം ചിലയിടത്തൊന്നും മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. പേരുകൾ വളരെ, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, സല്യൂട്ടേഷൻ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടെ ചൂണ്ടിക്കാണിച്ച് അതിലൂടെയൊക്കെ യാത്ര ചെയ്യിക്കുകയുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ചില കാര്യങ്ങളൊന്ന് മിനിമൈസ് ചെയ്യുകയും ചില കാര്യങ്ങൾ ടൈം ലിമിറ്റിൽ നിർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അധികം വൈഡാകാതെ പോകണം എന്നൊക്കെ സൂചിപ്പിച്ചു. അത് എന്റെ ചുവട് വെച്ച് തന്നെ ഇവിടെ വേറെ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നമ്മള് പ്രാക്ടീസ്, പിന്നെ അതിന്റെ ചുവട് വെച്ച് തന്നെ സാറ് ഇവിടെ പറയുകയുണ്ടായിരുന്നു. ഇപ്പൊ നീന്തൽ പഠിക്കുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുക. നമ്മളത് തിയറി പഠിച്ചിരുന്നോണ്ട് മാത്രമല്ല, ഉള്ളത് വെച്ച് അങ്ങോട്ട് തുടങ്ങുക.
പിന്നെ ക്രമത്താലെ അതിനൊരു ഇത് തന്നെ നമ്മൾ ചൊല്ലി തന്നെ ഉണ്ടല്ലോ, കാൽഭാഗം നമ്മൾ പഠിക്കുന്നു, കാൽഭാഗം പ്രാക്ടീസിലൂടെ, കാൽഭാഗം നമ്മുടെ സുഹൃത്തിൽ നിന്ന്, പിന്നെ കാൽഭാഗം പിന്നെന്താണ് കാലക്രമേണ ശരിയാവും എന്നുള്ളതൊക്കെ ഇതിനകത്ത് വരും. എന്തായാലും മാഡം ഇതിന്റെ പ്രോട്ടോകോളും എങ്ങനെ ആയിരിക്കണം അധ്യക്ഷ പ്രസംഗം, മുഖ്യ അതിഥി, പിന്നെ പ്രധാനപ്പെട്ടവരുടെ കാര്യങ്ങൾ എങ്ങനെ, പേരുകൾ എങ്ങനെ പറയണം, കൺക്ലൂഷൻ എങ്ങനെ, കീ നോട്ട്സ്, അതിന്റേതായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടായിരുന്നു. ഇപ്പൊ പലയിടത്തും ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. വെൽക്കം സ്പീച്ച് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ആവും, വോട്ട് ഓഫ് താങ്ക്സ് വെൽക്കം സ്പീച്ച് ഒക്കെ ആവും. അതിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നോട്ടായിരുന്നു ഇവിടെ തന്നത്. ഞങ്ങളൊക്കെ അതിലൂടെ യാത്ര ചെയ്യിച്ചു എന്നുള്ളതൊക്കെ പ്രത്യേകം പറയേണ്ടതാണ്, സൂചിപ്പിക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് അവസരം ഉണ്ടാക്കിയ ഫൈസൽ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, മാഡത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളും സമ്മതിക്കണം. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബാബു സർ. സോ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം. നമുക്ക് ഇത്തരത്തിലുള്ള വീണ്ടും സെഷൻസ് ഉണ്ടാകും നമുക്ക്. പിന്നെ ഉപകാരപ്പെടുന്ന ഷഫീഖ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാനേ വളരെ വൈകിയാണ് എത്തിയത്, ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുമല്ലോ? ഉണ്ടാവും, യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത ഇതിന് ജോയിൻ ചെയ്യാം. ഓക്കെ എന്തായാലും സന്തോഷം. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സിമ്പിൾ തന്നെയാണ്. ബട്ട് നമുക്ക് അതിലേക്ക് എത്തുന്നത് ഒരു ടഫ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം ചെയ്യുമ്പോൾ മാത്രമാണ് അത് സിമ്പിൾ ആയിട്ട് മാറുള്ളൂ. ചെയ്ത് മാത്രമേ സിമ്പിൾ ആവുള്ളൂ. ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് അത് എപ്പോഴും അതൊരു ഹാർഡ് തിങ് തന്നെയായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യം സല്യൂട്ടേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ ആദ്യം പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയണോ, ആദ്യം പിന്നെ സ്വാഗതം പറയണോ എന്നതൊക്കെ, ഇതൊന്നും എന്താണ് ആ ഒരു ഇങ്ങനെ കിടന്നിങ്ങനെ കളിക്കായിരിക്കും. അപ്പൊ ഞാൻ ടെക്നിക്ക് നമുക്ക് എന്ത് സ്പീച്ച് ആണോ കിട്ടണേ അതിന് ഞാൻ 3 പാർട്ടാക്കും. അപ്പൊ അത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ വോട്ട് ഓഫ് താങ്ക്സ് ആണെങ്കിലും ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വരണം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് അത്ര ഒതുക്കും. പിന്നെ ബോഡി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, കൺക്ലൂഷനിൽ ചെറിയ വാചകം, അതിലിനി വേറെ എന്ത് സ്പീച്ച് ആയാലും 3 പാർട്ടാക്കും. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടുത്തും എന്നുള്ളത് ഒരു ചിന്ത, ഒരു ഇത് കൊടുക്കും. അല്ലാതെ പഠിച്ചിട്ട് പോയാൽ എനിക്ക് ക്ലിയർ ആവില്ല. അപ്പോ പിന്നെ ബോഡിയിൽ എന്ത് കൊടുക്കും, അതുപോലെ കൺക്ലൂഷനിൽ എന്ത് കൊടുക്കും, അങ്ങനെ ഒരു 3 പാർട്ടാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും സ്പീച്ചിങ് ഞാൻ ഫ്രെയിം ചെയ്യാം. അപ്പൊ എളുപ്പമുണ്ട്. നമ്മള് ഇതിന്റെ ഒരു ഫ്രെയിം കിട്ടിയാല് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഗ്രേറ്റ്. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കൊരു ഭയങ്കര രസകരമായി തോന്നുന്നു. ഞാൻ മുന്നേ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അവരുടെ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിലേക്ക് ആൾക്കാർ വരും, പക്ഷെ ഗസ്റ്റ് ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇവൻ ചെയ്യണ പരിപാടി വെച്ചാൽ സംസാരിക്കാൻ ആർക്കും അറിയില്ല, പേടിയാണ് എല്ലാവർക്കും. അപ്പൊ ഇത് കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് പോവുകയും വേണം. അപ്പോ ഇവൻ എന്ത് ചെയ്യും, പിന്നെ ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് സ്വാഗതം പറയും. ആദ്യം സ്വാഗതം പറഞ്ഞിട്ട് പിന്നെ എന്റെ പേര് ഷെരീഫ് എന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്വാഗതം പറയും. സ്വാഗതം പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെരീഫിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്വാഗതം പറഞ്ഞ ആൾ അവിടെ ഇരിക്കും. എന്നിട്ട് അവൻ തന്നെ എഴുന്നേൽക്കും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ തന്നെയാണ് വിളിച്ചത്. എന്നിട്ട് ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവന്റെ പേര് തന്നെ വേറൊരു പേര്, ആദ്യത്തെ പേര് എന്ത് ചെയ്യും, വീട്ടുപേര് ചേർത്തി പറയും, മറ്റൊന്ന് ഉപ്പാടെ പേര് ചേർത്തി പറയും. ഇങ്ങനെ എന്താണ് ഇത് കൃത്യമായിട്ട് ഇതേ രൂപത്തിൽ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വീട്ടിലിരുന്നിട്ട്. ഞാൻ വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഈ പ്രാക്ടീസ് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു സൂപ്പർ സംഭവമാണ്. കാരണം കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ള സംഭവം. വീട്ടിൽ നമുക്ക് ഇതേപോലെയുള്ള പ്രാക്ടീസ് ഒക്കെ നടത്താം. വീട്ടില് നമ്മളെ ഭാര്യ, നമ്മുടെ മക്കള് എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഇരിക്കുക, ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട് കൊടുക്കുക, കട്ടിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റേജ് ആക്കുക, എന്നിട്ട് ഓരോരുത്തരും അങ്ങോട്ട് കയറി സംസാരിക്കുക തന്നെ. വളരെ സിമ്പിൾ മെത്തേഡുകളാണ്. ഇനിയിപ്പോ ഗൾഫിലുള്ളവർക്കാണെങ്കിൽ സൂം മീറ്റിംഗ് വെക്കൂ. സൂം മീറ്റിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരാൾ പാട്ട് പാടട്ടെ, വൈഫ് സംസാരിക്കട്ടെ, അതേപോലെ തന്നെ ഉപ്പാനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ നടത്തുക തന്നെ. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ പ്രാക്ടീസുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട്
യൂസ് ചെയ്യുക. സോ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ മനോഹരമായിട്ട് ലീഡ് ചെയ്ത നമ്മുടെ ആത്തിക്ക മാമിന് പ്രത്യേകം സന്തോഷങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നാളെയും നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. അത് നമ്മുടെ അക്കാദമിയുടെ ഗ്രൂപ്പിൽ അറിയിക്കും. അതേപോലെ തന്നെ കണ്ടിന്യൂസ്ലി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്രീ സെഷനുകൾ ഉണ്ടാകും. ആ സെഷനുകളിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക, അപ്ഡേറ്റഡ് ആകുക, നല്ല കോൺഫിഡന്റ് ആകുക, സമൂഹത്തിൽ നല്ല നെഞ്ചുറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന് നമ്മൾ സംസാരിക്കുക, മുന്നോട്ട് പോവുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവ്രിവൺ. ബൈ ബൈ. Thank you so much. Thank you. Good night.